നമ്മുടെ എല്ലാം ഇഷ്ടഭാജനങ്ങളായ ചില താരങ്ങളുടെ ശരിക്കുമുള്ള സ്വഭാവം അമ്മ എന്ന താരസംഘടന വഴി കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറെ മാടമ്പിമാരുടെ കയ്യിലാണ് അമ്മ ഇപ്പോൾ. മുൻപും അത് അങ്ങനെ തന്നെ ആയിരുന്നുവെങ്കിലും സംഘടനയെ സ്നേഹിക്കുന്ന ചിലരെങ്കിലും പ്രധാന സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വലിയ പരിക്കുകളില്ലാതെ അമ്മ മുന്നോട്ട് പോവുകയായിരുന്നു. കേസിൽ അകപ്പെട്ടവർക്ക് മത്സരിക്കാനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ബാബുരാജ് പത്രിക പിൻവലിക്കേണ്ടി വന്ന അന്ന് മുതലാണ് അമ്മയിലെ അമ്മായിയമ്മ പുറത്തായത്. അതോടുകൂടി വ്യക്തമായ നല്ല മാസ്റ്റർ പ്ലാനോടുകൂടി ബാബുരാജ് കളിക്കാൻ ഇറങ്ങിയെന്ന് വേണം പറയാൻ. ആരെയൊക്കെ എങ്ങനെയൊക്കെ പുറത്താക്കണമെന്ന് അയാൾക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഓരോ ദിവസം കഴിയും തോറും എല്ലാം കയ്യിൽ നിന്നും പോവുകയാണെന്ന് മനസ്സിലായപ്പോൾ അമ്മ തന്നെ ഒരു പ്രസ്താവനയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പരസ്പരം ചെളിവാരി എറിഞ്ഞ് ഈ സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യം തകർക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ഇതിൻ്റെയൊക്കെ പുറകിൽ നിൽക്കുന്ന ബാബുരാജ് അനുകൂലികൾ ഈ പ്രസ്താവനയിൽ ഇല്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. എന്നാൽ അമ്മയുടെ മാനം കാക്കാൻ ശ്വേതയ്ക്ക് എതിരായി നിന്ന് മത്സരിക്കുന്ന ദേവൻ മാത്രം അതിശക്തമായി തന്നെ ശ്വേതയ്ക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. ചില പടങ്ങളിലെ സീനുകൾ വെച്ചിട്ടാണ് ശ്വേതാ മേനോനെതിരെ പരാതികൾ ഉയർത്തുന്നതെന്നും അവയെല്ലാം സെൻസർ ബോർഡിന്റെ അനുമതിയോടുകൂടി മാത്രം ഇറങ്ങിയ ചിത്രങ്ങളാണെന്നും ഇനിയും ഒരാളെ ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യരുത് എന്നുമാണ് ദേവൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസമാണ് അശ്ലീലകരമായ രീതിയിൽ പൈസയ്ക്ക് വേണ്ടി മാത്രം അഭിനയിച്ചു എന്ന പേരിൽ ശ്വേതാ മേനോനെതിരെ പരാതി വന്നത്. പാലേരി മാണിക്യം എന്ന മമ്മൂട്ടി ചിത്രമാണ് കേസിന് ആസ്പദമായ ചിത്രം. തുടർന്ന് തനിക്കെതിരായ കേസിലെ FIR റദ്ദാക്കണമെന്നും അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ശ്വേതാ മേനോൻ ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി. അതേസമയം അമ്മ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ ബാബുരാജിനെതിരെ ഗുരുതര ആരോപണവുമായിട്ടാണ് നടി മാല പാർവതി രംഗത്തെത്തുന്നത്. അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്വേതാ മേനോനെതിരായ കേസിൽ പുറകിൽ നിൽക്കുന്നത് ബാബുരാജ് ആണ് എന്ന് സംശയിക്കുന്നു എന്നാണ് മാല പാർവതി പറയുന്നത്. മാത്രമല്ല ബാബുരാജിനെ എല്ലാവർക്കും ഭയമാണ് എന്നും തനിക്കെതിരെ ആദ്യം തന്നെ ഭീഷണിയുള്ളത് കൊണ്ട് ഇതെല്ലാം തുറന്നു പറയുന്നത് എന്നും ശ്വേത കടുത്ത മാനസിക സംഘർഷത്തിലാണ് എന്നും അവർ കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മലർന്നു കിടന്ന് തുപ്പുകയാണ് ഇവരെല്ലാം കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. തങ്ങൾ നിലകൊള്ളുന്ന അമ്മ എന്ന സംഘടനയെക്കുറിച്ച് സാധാരണ ജനങ്ങളുടെ ഇടയിലുള്ള അഭിപ്രായം ഓരോ ദിവസവും വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം ഇവർ അറിയാത്തതാണോ അതോ ഗൗനിക്കാത്തതാണോ എന്നാണ് ഇപ്പോഴത്തെ സംശയം. സമൂഹത്തിന് മുൻപിൽ അത്രയ്ക്ക് അപഹാസ്യരായി മാറുകയാണ് അമ്മയും അമ്മയുടെ മക്കളും ഇപ്പോൾ. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കൂടി വന്നാൽ 6 മാസം അതിനുള്ളിൽ അമ്മ എന്ന സംഘടന തന്നെ ഇല്ലാതാവും. ഇതൊക്കെ കാണുമ്പോൾ മോഹൻലാൽ ആ സ്ഥാനത്ത് നിന്നും ഇറങ്ങിയത് സ്വന്തം തീരുമാനം കൊണ്ട് മാത്രമാണോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇവരെല്ലാം കൂടി സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മോഹൻലാലിനെ ഇറക്കിയതാവനേ വഴിയുള്ളൂ. ആ സത്യാവസ്ഥ മോഹൻലാൽ പുറത്തു പറയുകയോ അല്ലെങ്കിൽ അവർക്കെതിരെ പ്രവർത്തിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പിന്നെ നടക്കാൻ സാധ്യതയുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്നുകിൽ അമ്മ പിളരും, അല്ലെങ്കിൽ ഈ സംഘടന തന്നെ പിരിച്ചുവിടേണ്ടി വരും.